മധുചന്ദ്രികയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ജേട്ടൻ്റെ ഒരുപാട് ഭാവാർദ്രമായ ഗാനങ്ങൾ കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കൊതിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് അതിഥിയായിട്ട് പ്രശസ്ത സംഗീത സംവിധായകനും നല്ലൊരു ഗായകനും പിന്നെ ജയേട്ടൻ്റെ അടുത്ത ഒരു സുഹൃത്തുമായ ശ്രീ ബാലമുരളി സാർ, അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബാലമുരളി എന്ന് പറയുന്ന അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് കൊടുവായൂരാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നമ്മുടെ പ്രശസ്ത ഗായകൻ, അന്തരിച്ചു പോയ പ്രശസ്ത ഗായകൻ, ഞാൻ ഭാനുവേട്ടൻ എന്ന് വിളിക്കുന്ന KP ഉദയഭാനുവിൻ്റെ മരുമകനാണ്. അതിലും വലിയ എന്തുണ്ട്? ഇത്ര വലിയൊരു മഹാനായ ഗായകൻ്റെ മരുമകനാണ് അദ്ദേഹം. ഈ ഭാനുവേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗായകൻ മാത്രമല്ല, വളരെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. വളരെ ഓപ്പൺ ഹാർട്ടഡ്, വളരെ സത്യസന്ധതയുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം പാടിയ ഗാനങ്ങളൊക്കെ ഞാൻ ഭാനുവേട്ടൻ്റെ പാട്ടുകളെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടെ അങ്ങനെ കേൾക്കണം. അതാണ് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞ വോയിസിൻ്റെ ഇൻഡിവിജ്വാലിറ്റി. ഭാനുവേട്ടൻ്റെ മരുമകനാണ്. പിന്നെ ബാലുവിനെ കുറിച്ച് ഞാൻ പറയാച്ചാൽ അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് ബാലുവിനെ പരിചയപ്പെട്ടത്. ബാലു ഒരിക്കൽ എന്നെ ജയേട്ടൻ ഒരു പാട്ട് കീബോർഡിൽ വായിച്ചിട്ട്, ഞാൻ തന്നെയാണ് വായിച്ചത്, പുള്ളീനെ വായിച്ച്, പുള്ളീനെ തബല വായിച്ച്, പുള്ളീനെ ഗിറ്റാർ വായിച്ച്, എല്ലാം പുള്ളിയുടെ. അങ്ങനെ ഒരു പാട്ട് ഞാൻ ഞെട്ടിപ്പോയി. നാളെ ഇന്ത വേളയിൽ പാർത്ത് ഓടിവാനില്ല എന്നൊരു പാട്ടുണ്ട് MSV സാറിൻ്റെ. അപ്പം നാളെ എന്ത് വേളை பார்த்து ஓடிவானிலா இன்று எந்தன் தலைவன் இல்லை சென்று வானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு நின்று போய்விடு நாளை இந்த வேளை பார்த்து ஓடிவானிலா இன்று எந்தல் தலைவன் இல்லை சென்று வானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு നിன்று പോയിവിട്. ഈ പാട്ട് സെലക്ട് ചെയ്താണ് ബാലുവിന് എനിക്ക് ഏറ്റവും MSV സാറിൻ്റെ. ഏതാ ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇത്ര ഏതെങ്കിലും ഒന്നും വിടാനുള്ള പാട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം ഈ പാട്ട് എന്ന് പറഞ്ഞാൽ സുശീലാമ്മയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. ശരി. അത് തുടങ്ങുന്നത് പാൽ പോലവേ വാൻമീതിലേ യാർ കാണവേ നീ കായ്തിര നാളെ இந்த வேளை பார்த்து ஓடிவானிலா இன்று எந்தல் தலைவன் இல்லை சென்று வானிலா தென்றலே என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு நின்று போய்விடு வண்ணப்பறவை தாரன என் தேவன் பாடினான் லால லால லானனா தலாலே நானனா தானானனா லலா லலா தெரீரனானனா தானானனி லலானனா லல்லே லலானனா ലാരരി ലലലലാരേ நின்று போய்விடு நாளை இந்த வேளை பார்த்து ஓடிவானிலா இன்று எந்தல் தலைவன் இல்லை சென்று வானிலா
தென்றலே என் தனிமை கண்டு நின்று போய்விடு. தென்றலே என் தனிமை கண்டு நின்று പോയിവിട്. ഞങ്ങൾ അധികം കാലമായിട്ടില്ല ശരിക്കും പരിചയപ്പെട്ടിട്ട്. 2010 VK പ്രകാശ് സാറുടെ ഒരു ഡയറക്ഷനിലൊരു പടം ഞാൻ കന്നഡ ഇത് ചെയ്തിരുന്നു. അപ്പോൾ അത് പിന്നെ മദ്രാസ് വെച്ചിട്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. അത് വേറെയും അതിലത്തെ പാട്ടുകൾ വേറെയും മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ട് ഞാനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ജയേട്ടനാണോ പാടണമെന്നൊന്നും അറിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ മദ്രാസിൽ ഇങ്ങനെ ഇപ്പോൾ VKP പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ജയേട്ടൻ വരുന്നുണ്ട്, അപ്പോൾ പുള്ളി തന്നെ ഇത് പാടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു പരിചയമില്ല, പിന്നെ അറിയാലോ. അപ്പോൾ അങ്ങനെ സ്വഭാവം അറിയാലോ. അതെ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വന്ന സമയത്ത് പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് വരണത് സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അപ്പോൾ അൽഫോൺസ് ഉണ്ട്, ഔസേപ്പച്ചൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പുള്ളി പറയാണ്, ഇന്നലെ MSV സാറിൻ്റെ ഒരു ഗാനമേള എനിക്ക് കാണാൻ പറ്റിയെന്ന്. കാണാനല്ല, പാടിയിരിക്കുകയില്ല കേട്ടോ. പക്ഷെ പുള്ളി പറയണത് കാണാൻ പറ്റി. അതും സുശീലാമ്മയുടെയും പിന്നെ TMSൻ്റെ ഒക്കെ ആ സെൻട്രലിൽ ഇരുന്നിട്ട് ആ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യണമൊക്കെ കൂടി കേട്ടിട്ട് ആകെ ആ അമ്പരപ്പിലാണ് വരണത് പുള്ളി. അപ്പോൾ കുറേ എന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോഴും ബാക്കിയുള്ളവർക്ക് അങ്ങനെ പഴയ പാട്ടിനെ കുറിച്ച്. അപ്പം ഞാൻ ഇടയിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ എന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് തോണ്ടത്. പിന്നെ അന്നത്തേന് ശേഷം ഇപ്പോൾ ഈ സമയം വരെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ചാനലിന് ആദ്യമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതുമ അങ്ങനെ നിങ്ങൾക്കൊക്കെ അതായിരിക്കും. എനിക്ക് ജയേട്ടനെ കാണുമ്പോഴൊക്കെ ഈ പ്രോഗ്രാം നടക്കാറ്. അതിൽ കാണാനും കാണാനും അവതരിപ്പിക്കാനും ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളത്. കാറിലായിരിക്കും, ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും. അങ്ങനെ ഡെയിലി ഇത് ഇങ്ങനെ നടക്കുന്ന കുറേ കാലമായി ഇപ്പോൾ. ഈ VKPയുടെ ആ പടത്തിൻ്റെ കന്നഡ പടത്തിൻ്റെ പേരെനിക്കറിയില്ല. ആ പാട്ട് ശ്രുതി നല്ല പാട്ട്, വളരെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ പടം ക്ലിക്കായില്ല. ഇപ്പം നല്ല പാട്ട് ഇന്നത്തെ കാലത്ത് നല്ല പാട്ടൊന്നും ആരും കേൾക്കില്ലല്ലോ. അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട് ഇന്നത്തെ ആൾക്കാർക്ക്. അപ്പം അതുകൊണ്ട് കണ്ണബിംബ ಕನ್ನಟಿಯಾಯ್ತು ನನ್ನ ಚಂದ ನಾನೋಟಲು ಕಣ್ಣ ಬಿಂಬ ಕನ್ನಟಿಯಾಯ್ತು ನನ್ನ ಚಂದ ನಾನೋಟಲು ಯಾವರಂದು ಚುಂಬಿಸಬೇಕು ಇಂದ ಚಂದ ಅಮಲೇರಲು ಕಣ್ಣ ಬಿಂಬ ಕನ್ನಟಿಯಾಯ್ತು ನನ್ನ ಚಂದ ನಾನೋಡಲು ಕಣ್ಣ ಬಿಂಬ ಕನ್ನಟಿಯಾಯ್ತು ನನ್ನ ಚಂದ ನಾನೋಟಲು ಯಾವರಂದು ಚುಂಬಿಸಬೇಕು ಇಂದ ಚಂದ ಅಮಲೇರಲು ಮಧುರ ಭಾವ ಮತವೇರಿತು ಮೃದು ಸೀರೆ ಮೈಯೇರಲು ಮಧುರ ಭಾವ ಮತವೇರಿತು ಮೃದು ಸೀರೆ ಮೈಯೇರಲು ಹೀಗೆ ಕಾವೇರಿತೋ ಕಾಮನು ಸಿರುತ ಸೋಗಲು ಬಣಸೆ ಸೆಳೆದ ನಡುವ ಮದನ ಕಣ್ಣ ಬಿಂಬ ಕನ್ನಡಿಯಾಯ್ತು ನನ್ನ ಚಂದ ನಾನೋಡಲು ಯಾವರಂಗೂ ಚುಂಬಿಸಬೇಕು ಇಂದ ಚಂದ ಅಮಲೇರಲು ഇതെനിക്ക് പിന്നെ VKP സാറ് സീന് തന്നിട്ട് സീൻ ആദ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാനിത് കമ്പോസ് ചെയ്തത്. സീന് നോക്കിയിട്ട് ഇതിന് പറ്റിയ രീതിയിലൊരു എൻ്റെ മനസ്സിൽ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു നർത്തകി, ഇതിന് ഈ പാട്ടിന് നല്ല വളരെ സ്ലോ മൂവ്മെന്റ്സ് ഡാൻസ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതായത് പുള്ളി പറഞ്ഞത് മോഹിനിയാട്ടത്തിന്റെ ലാസ്റ്റ് ഭാവം വേണം, എന്നാ പിന്നെ അങ്ങനെ പാടില്ല. അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക്
ബാലുവിൻ്റെ നല്ല പാട്ട് പാടാൻ ഭാഗ്യം കിട്ടിയെന്ന് പറയാം. അയ്യോ, അങ്ങനെ എൻ്റെ ഭാഗ്യത്. കാരണം ചേട്ടനെമാരി ഇങ്ങനൊരു ഇത്രയും വലിയൊരു സിംഗർ മറ്റുള്ളവരുടെ പാട്ടിനെ കുറിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയും, ചേട്ടൻ്റെ പാട്ട് വന്നാൽ അത് മാറ്റ് നീ സുശീലമ്മയുടെ പാട്ട് അല്ലെങ്കിൽ മണ്ണയുടെ പാടിയത് അങ്ങനെ പുള്ളി. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയ്ക്ക് പാടിയിട്ടുള്ള ഒരാൾ വേറെ ആരും ചെയ്യില്ല. ഇത് വേറെ ആളുടെ പാട്ട് കേൾക്കുമെന്ന് പോലും എനിക്കറിയില്ല സത്യത്തിൽ. നിങ്ങളുടെ സംഭാഷണങ്ങൾ എവിടെയാണ് തുടങ്ങാറ്? ഇങ്ങനെ ഏത് കമ്പോസറിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ MSV കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. പിന്നെ ആരാ മോശം കാലത്ത്? അതെ, ശരി, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കൊണ്ടതല്ലേ. MSV ഉണ്ടെങ്കിൽ KV മഹാദേവനുണ്ട്, മലയാളത്തിലാണെങ്കിൽ ദേവരാം മാഷുണ്ട്, ബാബുക്കയുണ്ട്, സ്വാമിയുണ്ട്, രാഘവ മാഷുണ്ട്, അർജുനൻ മാഷുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറേ വിട്ടിട്ട് പറഞ്ഞാൽ മതി. മ്യൂസിക് ഡയറക്ടേഴ്സിന് സംഗീത സംവിധായകർ പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് സംവിധായകരുണ്ടെന്ന് പറയാം. അത്രയുള്ളൂ. ഇത് പിന്നെ അമ്മാവൻ പാടിയിട്ടുള്ള ഈ താമരത്തുമ്പിയൊക്കെ ചേട്ടൻ. അയ്യോ, ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന സമയത്താണ്. അത് ശരി. താമരത്തുമ്പി താമരത്തുമ്പി വാ വാ താരാട്ട് പാടാൻ വാ വാ താളം പിടിക്കാം ഞാൻ കരൾ തമ്പുരു മീട്ടാൻ വാ വാ താമരത്തുമ്പി വാ വാ താരാട്ട് പാടാൻ വാ വാ താളം പിടിക്കാം ഞാൻ കരൾ തമ്പുരു മീട്ടാൻ വാ വാ താമരത്തുമ്പി വാ താരാട്ട് പാടാൻ വാ താമരത്തുമ്പി വാ. വാടരുതി മലരിനി, അങ്ങനെ വാടരുതി മലരിനി അതിനെന്ത് വേണം, ആടകൾ വേണോ അലങ്കാരങ്ങൾ വേണോ. വാടരുതി മലരിനി അതിനെന്തു വേണം, ആടകൾ വേണോ അലങ്കാരങ്ങൾ വേണോ. എൻ പ്രണയവനികയിലെ പാരിജാതമേ പകരണമെൻ കരളിലെന്നും തറുമണമെന്നും അലിയണമീ മുരളീലൻ മാനസമെന്നും. വാടരുതി മലരിനി അതിനെന്തു വേണം, ആടകൾ വേണോ അലങ്കാരങ്ങൾ വേണോ. കൃഷ്ണമൂർത്തി സ്വാമി ചെയ്താണ് ഇത്. ഇവരുടെ വാസു സാറിൻ്റെ ജയമാരുതിയിൽ ഭാനുട്ടൻ പാടി പാടാം. ലീല ചേച്ചിയും ഭാനുട്ടനും പാടി പാട്ടാം. അത് രണ്ടുപേരും പാടിയതാണ്. ഒരുപാട് ലൈലാമജനിലെ പാട്ട്. ഓ, നിറയെ പാട്ടുകളുണ്ട്. പക്ഷേ ഇതൊന്നും അങ്ങനെ മറ്റുള്ള പാട്ടുകളിൽ നിന്ന് കുറച്ചും കൂടി പോപ്പുലറായിരിക്കുന്നതുകൊണ്ട് അനുരാഗ നാടകത്തിൽ ബാലു കഴിഞ്ഞ ഒരു ദിവസം വിളിച്ച് പറഞ്ഞില്ലേ ബാലുവേട്ടൻ്റെ പാട്ടാന്ന്. ഓ, എനിക്ക് ചേട്ടനാണത് പാടിത്തന്നത്. അപ്പോൾ എനിക്കറിയില്ല പുള്ളി കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണെന്നുള്ളത്. അതൊരു റേഡിയോയിലെ പാട്ടാണ്, റേഡിയോയിൽ റെക്കോർഡ് ചെയ്ത പാട്ടാണ്. എന്നിട്ടുമോ മലാൾ വന്നില്ലല്ലോ എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തിരുന്നില്ലല്ലോ. എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തിരുന്നില്ലല്ലോ. എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ. താരകരജനിയെ കോക്കുവാനേൽപ്പിച്ച
വനമുല്ല മലർമാലവാടി താരകരജനിയെ കോർക്കുവാനേൽപ്പിച്ച വനമുല്ല മലർമാലവാടി വിരഹവിദുര താപം വീണയിൽ കോർത്തുവച്ച സംഗീതം മറന്നുപോയി ഞാൻ, സംഗീതം ഞാൻ മറന്നുപോയി. എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തെന്നടുത്തിരുന്നില്ലല്ലോ. എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ, എന്നടുത്തെന്നടുത്തിരുന്നില്ലല്ലോ. എന്നിട്ടും ഓമലാൾ വന്നില്ലല്ലോ. ഇത് ബാനോട്ടൻ ചെയ്ത പാട്ടാണ്. ഉദയഭാനു ഞങ്ങൾ ഭാസ്കരൻ മാഷ് എഴുതി ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ പാടിയ പാട്ടാണ്. ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളൊക്കെ നല്ല പാട്ടാന്ന് പറയുന്നത് ഇപ്പം. കേൾക്കുമ്പോൾ അദ്ദേഹം വലിയൊരു കമ്പോസറായിരുന്നു. ഒരു 6 അദ്ദേഹം അങ്ങോട്ട് പോയി ചെന്ന് എനിക്ക് ചാൻസ് വേണമെന്ന് ചോദിച്ച് പോകുന്ന ആളല്ലായിരുന്നു. അദ്ദേഹത്തിന് അറിഞ്ഞ് എന്നാൽ വലിയൊരു മ്യൂസിഷ്യനാണ് അദ്ദേഹം. മനസ്സ് വലിയൊരു മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല, വലിയ സംഗീതജ്ഞനായിരുന്നു. പക്ഷെ അദ്ദേഹം പറയില്ല, വളരെ ജോളിയൊരു തമാശ ചില വേഷങ്ങളൊക്കെ കെട്ടി നടക്കൊരു തമാശക്കാരൻ്റെ മതി നടക്കുന്നതേ. ഗ്രേറ്റ് മ്യൂസിഷ്യൻ. പക്ഷെ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, സത്യമാണ്. ഒരു പത്മശ്രീ കിട്ടി, അതല്ല അദ്ദേഹത്തിന് വേണ്ടത്. അതിലും കൂടുതൽ അംഗീകാരം അർഹിക്കുന്ന ആളായിരുന്നു. അത് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വേറെ എന്താ പറയുക ചേട്ടാ? MSP സാറിൻ്റെ നിനക്കത്തിരുന്ന മനമേ അങ്ങനത്തെ പാട്ടുകളൊക്കെ അതൊക്കെ അതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പ് MSP സാറിനെ കണ്ടു. തീരെ സുഖമില്ല, അപ്പം തീരെ വയ്യ. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ നമസ്കരിക്കാൻ സാധാരണ കാല് തൊട്ട് നമസ്കരിക്കുക, ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. സാഷ്ടാംഗ നമസ്കാരം. ഇതാണ് മോനെ എനിക്കുന്നത്, ഞാൻ അങ്ങ് അർഹിക്കുന്നത് ഇതാണ്, എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. ഞങ്ങളൊന്നിച്ചപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. നമുക്ക് പോയി ഇവിടെ മറീന ബീച്ചിൽ പോയി ഞങ്ങൾ കുറേ നേരം കാറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം നിൽക്കുമ്പോൾ കാറ്റ്, നല്ല കാറ്റല്ലേ പാട്ടിനെ ഒന്നും ഈ ഇത്രയും ചെയ്ത പാട്ടൊന്നുമല്ല, അങ്ങനെ ഒന്നുമില്ല പാട്ട്, നല്ല കാറ്റല്ലേ. അപ്പോൾ കുറേ ആൾക്കാർ ഒന്ന് വിഷ് ചെയ്തു, നമസ്കാരം, അയ്യാ വണക്കം എന്ന് നിറയെ ആൾക്കാർ പോകുന്ന ആളുകളൊക്കെ വണങ്ങാം അങ്ങനെ. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ദിവസം കാണാൻ വന്നു, സാറിനെ കാണാൻ പറ്റില്ല, ഇപ്പം കണ്ട എൻ്റെ ഭാഗ്യം ആൾ കരഞ്ഞു തുടങ്ങി. സാറിനെ കണ്ടിട്ട് ഞാൻ അപ്പോൾ കരയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം, ഞാൻ ഇത്രയും ഗ്രേറ്റ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. എന്താണ് ആദ്യം തുടങ്ങിയത്? ആദ്യം SP വെങ്കട്ടരാമൻ്റെ കൂടെയാണ് ആദ്യം സംഗീതം. രണ്ടാമത് സുബയ്യ നായിഡു, മൂന്നാമത് സുബ്രാമൻ. ഇത് ഗ്രേറ്റ് മ്യൂസിഷ്യൻ്റെ കൂടെ അദ്ദേഹം ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോൾ G രാമനാഥേരുടെ കൂടെ വർക്കുണ്ട്. ഞാൻ ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. G രാമനാഥേർ ഒരു ഹാർമോണിസ്റ്റ് ആ കാലത്ത്. ആദ്യം ചായ കൊണ്ട് കൊടുത്തിരുന്ന ആളായിരുന്നു. അങ്ങനെ ഹാർമോണിസ്റ്റ് ആയതാണ്. ഒരു ഹാർമോണിയം മേടിച്ചു കൊടുത്തു, ചെറിയ ഹാർമോണിയം. അങ്ങനെയാണ് അദ്ദേഹം കയറിയത്. പിന്നെ ദേവദാസ്, സുബ്ബരാമൻ ദേവദാസിൽ അപ്പോഴും ഒരു കണ്ടക്ട് ചെയ്യാനായിട്ട് വിശ്വനാഥൻ രാമമൂർത്തി ഡിയോ വന്നു, അവരൊന്നിച്ച് വന്നു. ദേവദാസ് പകുതി ആയപ്പോഴേക്കും സുബ്ബരാമൻ മരിച്ചുപോയി. കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇവർ വിശ്വനാഥൻ രാമമൂർത്തി കയറി വരുന്നത്. അത് പിന്നെ തമിഴ് ഗാനങ്ങൾ, കണ്ണദാസൻ ഗാനങ്ങളുടെ ഒരു എന്താ പറയുക സുവർണ്ണകാലം എന്ന് പറയില്ലേ, ആ കാലഘട്ടം. അപ്പോൾ അത് അദ്ദേഹത്തെ മിനിയാന്ന് കണ്ടുവന്നതിൻ്റെ അത് ഇനിയും മാറിയിട്ടില്ല, ആ ഒരു ലഹരി. പക്ഷേ അത് ഗ്രേറ്റ്നെസ് എൻ്റെ ഭാഗ്യം എന്നല്ല, ഇനി ജീവിതത്തിലൊന്നും കാണാൻ അങ്ങനെ ഇത്ര ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇതിനെ കണ്ടുവന്നിട്ടേ ഇത്രയും വലിയൊരു മ്യൂസിഷ്യനെ ഞാൻ ചോദിച്ചു. ഏറ്റവും കൂടുതൽ ഓർക്കസ്ട്ര 100 പീസ് ഓർക്കസ്ട്ര ആ കാലത്ത് പുതിയ പറവയില്ല ചോദിച്ചു. എങ്കേനിമതി. അപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കേനിമതിയാണ് ഏറ്റവും കൂടുതൽ ഓർക്കസ്ട്ര സൗത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ട്. അയ്യോ, അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ അതൊക്കെ നിങ്ങൾ മ്യൂസിഷ്യൻസൊക്കെ കണ്ടു കഴിഞ്ഞാലല്ലോ റെക്കോർഡിങ് കാണേണ്ടത്. അങ്ങനെ ഒരു പ്രാവശ്യങ്ങളും കാണണം ഇങ്ങനെ MSPയുടെ റെക്കോർഡിങ്. ചെറിയൊരു മനുഷ്യൻ ചുറ്റും ഓർക്കസ്ട്ര, ഓരോരോ സെക്ഷൻ, ബ്രാസ് സെക്ഷൻ, സ്ട്രിങ്, വയലിൻസ്, 40 വയലിൻ, അത് ഇത് ഒരു 5 അസിസ്റ്റൻസാണ് നിങ്ങൾക്ക്. ഇതൊക്കെ ഈ മനുഷ്യൻ കണ്ട ഒറ്റയ്ക്ക് ഹാർമോണിയത്തിൽ വായിച്ച് കാണിച്ചു കൊടുക്കുക എല്ലാം ഒറ്റയ്ക്ക്. എന്നാൽ ഇത് കണ്ട് സംസാരിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ സ്റ്റിൽ സ്റ്റുഡൻറ്റ്, ഞാൻ എന്താ ചെയ്ത കുട്ടി എന്നുള്ളത്. ആ ഗ്രേറ്റ് അതൊരു ദൈവത്തിൻ്റെ അവതാരം എന്ന് പറയാം. ഇനി കഴിഞ്ഞു അങ്ങനൊരു. ശരി. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ പറഞ്ഞു, എടാ ലോകത്തിൽ വെച്ച ഏറ്റവും നല്ല പാട്ടതാണ് ഇടയ്ക്ക് ചോദിക്കാൻ എൻ്റെ അടുത്ത് പറയാൻ പറയും. എന്താ സംശയം? നിനക്ക് തിരുന്ന മനമേ
நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே விலக தெரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே விலக தெரியாதா? மயங்க தெரிந்த கண்ணே உனக்கு உறங்க தெரியாதா? மலர தெரிந்த அன்பே உனக்கு மறைய தெரியாதா? அன்பே மறைய தெரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே விலக தெரியாதா? எடுக்க தெரிந்த கரமே உனக்கு கொடுக்க தெரியாதா? எடுக்க தெரிந்த கரமே உனக்கு கொடுக்க தெரியாதா? இனிக்க தெரிந்த கனியே உனக்கு கசக்க தெரியாதா? படிக்க தெரிந்த இதழே உனக்கு முடிக்க தெரியாதா? படர தெரிந்த கனியே உனக்கு மறைய தெரியாதா? கனியே மறைய தெரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? உயிரே விலக தெரியாதா? கொதிக்க தெரிந்த நிலவே உனக்கு குளிர தெரியாதா? கொதிக்க தெரிந்த நிலவே உனக்கு குளிர தெரியாதா? குளிரும் தென்றல் காற்றே உனக்கு பிரிக்க தெரியாதா? பிரிக்க தெரிந்த இறைவா உனக்கு இணைக்க தெரியாதா? இணைய தெரிந்த தலைவா உனக்கு என்னை புரியாதா? தலைவா என்னை புரியாதா? நினைக்க தெரிந்த மனமே உனக்கு மறக்க தெரியாதா? பழக தெரிந்த உயிரே உனக்கு விலக தெரியாதா? ഉയരേ വിലകത്തെരിയാതാ. എന്താ പാട്ടല്ല. അയ്യോ ദൈവമേ, ഇതിനപ്പുറം. ഇതിനകത്ത് ഇടയ്ക്ക് ഷെനായ ബിറ്റ് വായിച്ചിട്ടുണ്ട്, സത്യം. അത് കേട്ടാൽ നമ്മൾ കരഞ്ഞു പോകും. അദ്ദേഹം ഈ റെക്കോർഡിങ് എഞ്ചിനാണ്. തലേ ദിവസം ഈ റെക്കോർഡിങ് MS സാറിന് ചോദിച്ചു എന്ന്. രാത്രി വിളിച്ചപ്പോൾ ഈ ഷെനായി സത്യം വിഷു ഞാൻ നാളെ ഒരു പ്രാവശ്യം കൂടി വായിച്ചോട്ടെ ബീറ്റ്, എനിക്ക് മതിയായില്ല, ഒരു പ്രാവശ്യം കൂടി വായിക്കണമെന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് രണ്ടാമത്തെ ദിവസം ആദ്യം വായിച്ചു മതിയാവണില്ല. അങ്ങനെ ഇയാൾ എപ്പോഴും ഇതെന്ന് റെക്കോർഡിങ് നെക്സ്റ്റ് ഡേ ആദ്യം വായിക്കും. അതാണ് അത് ട്യൂൺസിൻ്റെ ബ്യൂട്ടി. എന്താ അങ്ങനെ വായിച്ചു വെച്ചോ. സ്വന്നത് നീതാന എന്നുള്ള ഇതൊക്കെ ഈ സ്വന്നത് നീതാന അതിൻ്റെ ശ്രീധറിൻ്റെ പടമാണത്. നെഞ്ചിലോർ ആലയം എന്ന പടത്തിൻ്റെ അതിൻ്റെ
ശ്രീധറിൻ്റെ പടത്തിൽ കവിஞர் കണ്ണദാസനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടും MSV ബാത്റൂമിൽ പോയിക്കായിരുന്നു. അപ്പോൾ പാട്ട് சொன்னது നീതാനാ കവിஞர் എഴുതി സൊൽ 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 എന്നെഴുതി. അപ്പോൾ ശ്രീധർ സൊൽ സൊൽ അത് വേണ്ട കവിஞர் മാറ്റുന്നത് പകലാ വിഷു വരട്ടോ. അപ്പോൾ MSV സാറ് വന്നു. എന്താണെന്ന് വെച്ചു അവർ എന്നാ പല്ലവി എന്നാ കവിஞர் പല്ലവി ഇടാൻ പറഞ്ഞപ്പം சொன்னது നീതാനാ സൊൽ 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 എന്നുയിരേ. അപ്പോൾ അത് സൊൽ സൊൽ MSV പറഞ്ഞു ഞാൻ പാടാം നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മാറ്റാം. சொன்னது நீதானா சொல் 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 என்னுயிரே, சொன்னது நீதானா சொல் 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 என்னுயிரே, சம்மதம் தானா ஏன் 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 என்னுயிரே, சம்மதம் தானா ஏன் 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 என்னுயிரே, ஏன் 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 என்னுயிரே, சொன்னது நீதானா சொல் 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 என்னுயிரே. இன்னொரு கைகளிலே யார் யார் நானா, என்னை மறந்தாயா ஏன் 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 என்னுயிரே, ஏன் 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 என்னுயிரே, சொன்னது நீதானா சொல் 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 என்னுயிரே. மங்கள மாலை குங்குமம் யாவும் தந்ததெல்லாம் நீதானே, மணமகளை திருமகளாய் நினைத்ததெல்லாம் நீதானே, என் மனதில் உன் மனதை இணைத்ததும் நீதானே, இறுதி வரை துணையிருப்பேன் என்றதும் நீதானே, இன்று சொன்னது நீதானா சொல் 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 என்னுயிரே. தெய்வத்தின் மார்பில் சூடிய மாலை தெருவினிலே விழலாமா, தெருவினிலே வீழ்ந்தாலும் வேறோர் கை தொடலாமா, தெய்வத்தின் மார்பில் சூடிய மாலை தெருவினிலே விழலாமா, தெருவினிலே வீழ்ந்தாலும் வேறோர் கை தொடலாமா, ஒரு கொடியில் ஒரு முறைதான் மலரும் மலரல்லவா, ஒரு மனதில் ஒரு முறைதான் வளரும் உறவல்லவா, இன்று சொன்னது நீதானா சொல் 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 என்னுயிரே, சொன்னது நீதானா சொல் 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 என்னுயிരേ. പിന്നെ വരി മാറ്റേണ്ടി വന്നിട്ടുണ്ടാവില്ല. വരി മാറ്റ് അവര് പകച്ചിരിക്കുന്നു. അതിലെ ഏറ്റവും അതാണ് MSVയുടെ ബുദ്ധി. സൊൽ സൊൽ മാറ്റാൻ പറ്റില്ലേ, സൊൽ സൊൽ സൊൽ. അപ്പൊ അയ്യോ മാറ്റണ്ട അതേ ഇരിക്കട്ടോ അതേ ഇരിക്കട്ടോ. ഇന്നൊരു കൈകളിലേ സ്റ്റോപ്പാണ്, നീ വേറൊരു കയ്യിൽ ഞാൻ പോണെന്ന്. സബ്ജക്റ്റ് അത്ര ബ്യൂട്ടിഫുൾ ആണ്, കരയാണ്. അതാണ് അവസാനം ശരിക്കും ബ്യൂട്ടിഫുൾ. ഇതൊന്നും
ഇങ്ങനെയൊന്നും പാട്ടൊന്നും നീ വരില്ല, ഇങ്ങനെ ഒരു കമ്പോസറും വരില്ല, ഇങ്ങനത്തെ വരികളും വരില്ല, ഇങ്ങനത്തെ സിറ്റുവേഷൻ വരില്ല, ഇങ്ങനത്തെ സിനിമയും വരില്ല. ചേട്ടാ ഈ ഇതേ നാളാന്നുള്ള അയ്യോ അത് ഡുവറ്റ് എന്ത് കഴിഞ്ഞ ഇളയരാജയുടെ പ്രോഗ്രാമിൽ ലണ്ടനിൽ പോയപ്പോൾ ബാലു SPB പറഞ്ഞു, ബാലു നാളാം ഡേ ഒന്ന് தெரியுமாடா, அந்த வேர்ல்டு நம்பர் 1 டியூட் இஸ் நாளாம் BG அதில் பேக்ரவுண்ட் ஸ்கோர், அந்த மாதிரி பேக்ரவுண்ட் ஸ்கோரும் இந்த மாதிரி சாங்கும் வராதுப்பா. நாளாம் திருநாளாம் நங்கைக்கும் நம்பிக்கும் மண்ணநாளாம் இளைய கன்யகை மேகங்கள் என்னும் இந்திரன் தேரில் வருவாளாம். நாளாம் திருநாளாம் நங்கைக்கும் நம்பிக்கும் மணநாளாம் இளைய கன்யகை மேகங்கள் என்னும் இந்திரன் தேரில் வருவாளாம். நாளாம் திருநாளாம். மணமகள் இந்த ஊஞ்சலில், மணமகள் மன்னன் மார்பினில், மணமகள் இந்த ஊஞ்சலில், மணமகள் மன்னன் மார்பினில், அங்கு ஆடும் நாடகம் ஆயிரம், அது காதல் தேவனின் காவியம். அங்கு ஆடும் நாடகம் ஆயிரம், அது காதல் தேவனின் காவியம். அதில் ஒருவர் ராகமாம், ஒருவர் தாளமாம், இருவர் ஊடலே பாடலாம். ஓ தரரரா தரரரரா தரரரர நாளா திருநா ஓ லாலி தானி 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 நாத்தா தரரரரா தரரரரா தரரரர நாளாம் திருநாளாம். இளமையின் இந்த ரகசியம் இயற்கையில் வந்த அதிசயம், இளமையில் இந்த ரகசியம் இயற்கையில் வந்த அதிசயம். இது வாழ்ந்து பார்த்தவர் ஆயிரம், அதில் நாமும் இன்றொரு காவியம். இதை வாழ்ந்து பார்த்தவர் ஆயிரம், அதில் நாமும் இன்றொரு காவியம். இந்த இளமை போகலாம், புதுமை தேடலாம், இருவர் காதலும் மாறுமோ? தரரரரா தரரரரா தரரரர நாளாம் திருநாளாம் நங்கைக்கும் நம்பிக்கும் மணநாளாம் இளைய கன்யகை மேகங்கள் என்னும் இந்திரன் தேரில் வருவாளாம். நாளாம் திருநாளாம். MSV സാറിൻ്റെ മലരമ്പൻ എഴുതിയ
മലയാളം സോങ്സ്. ഇത് MS V സാറിൻ്റെ മന്ത്രകോടി എന്ന ചിത്രത്തിലുള്ളതാണ്. തമ്പി സാറ്, ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികളാണ്. അപ്പം എന്നോട് ഒരു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ലവറുണ്ട് പൊന്നാനിൽ. ജയകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ജയേട്ടാ നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണെന്ന് പറയും. അതെന്താ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ശബ്ദത്തിനുണ്ടാക്കിയ പാട്ടാണ്. ശരി, അങ്ങനെ ആവട്ടെ, അപ്പോൾ ആ പാട്ട് പാടാം. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ പാടാം. മലരമ്പനെഴുതിയ മലയാള കവിത മാലേയ കുളിർത്താവും മായാശില്പമേ. മലരമ്പനെഴുതിയ മലയാള കവിത മാലേയ കുളിർത്താവും മായാശില്പമേ. കവിതേ കവിതേ കന്യകേ മലരമ്പനെഴുതിയ മലയാള കവിതേ മാലേയ കുളിർത്താവും മായാശില്പമേ. ഹേമന്ത സ്വപ്നങ്ങൾ വിടരും രോമാഞ്ചമഞ്ചം നിൻ ഹൃദയം. ഹേമന്ത സ്വപ്നങ്ങൾ വിടരും രോമാഞ്ചമഞ്ചം നിൻ ഹൃദയം. പനിനീരിൻ മണമൂറു മധുരം അനുരാഗമുന്തിരി പവിഴം. കവിതേ കവിതേ കന്യകേ മലരമ്പനെഴുതിയ മലയാള കവിതേ മാലേയ കുളിർത്താവും മായാശില്പമേ. തെളിനീല നിറമോലും മിഴിയിൽ കരിനീല താമരയിതളിൽ. തെളിനീല നിറമോലും മിഴിയിൽ കരിനീല താമരയിതളിൽ. ഒരു കോടി തിരപാടും കടവിൽ ഒരു കള്ളനോട്ടമായി ഒളിക്കും. കവിതേ കവിതേ കന്യകേ മധുവിധുരാത്രി അഭിരാമ സംഗീതരാത്രി. ആദ്യത്തെ മധുവിധുരാത്രി അഭിരാമ സംഗീതരാത്രി. ആത്മാവിൽ വർണ്ണങ്ങളുതിരും അഭിലാഷ സംഗമ രാത്രി. കവിതേ കവിതേ കന്യകേ മലരമ്പനെഴുതിയ മലയാള കവിതേ മാലേയ കുളിർത്താവും മായാശില്പമേ. കവിതേ കവിതേ കന്യകേ.
പറഞ്ഞു വന്നപ്പോ ഞങ്ങൾക്കും തോന്നുന്നുണ്ട് ജയേട്ടന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പാട്ടാണ് തോന്നുന്നത്. സംഗീതത്തിന്റെ നിറമാലകൾ മനസ്സിൽ വാടാതെ സൂക്ഷിക്കുന്നവർക്കായി മധുചന്ദ്രിക. കാത്തിരിക്കുക അടുത്ത വെള്ളിയാഴ്ച വരെ. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.